പറഞ്ഞു പോകാൻ പറ്റില്ല. നുണ പറഞ്ഞു പോയപ്പോഴാണ് ടാറ്റ തമിഴ്നാട് മുഖ്യമന്ത്രി എവിടെ വെച്ചാണ് കണ്ടത്? തമിഴ്നാട് മുഖ്യമന്ത്രി ചെന്നൈ വെച്ച് കണ്ടോ, കോയമ്പത്തൂർ വെച്ച് കണ്ടോ, എവിടെ വെച്ച് കണ്ടു? കോൺഗ്രസ് പ്രതിനിധികൾ വ്യക്താക്കളോട് ചോദിക്കുകയാണ്. ടാറ്റയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതല്ല ശരി കേട്ടോ. രജൻ മുഖ്യമന്ത്രി പറഞ്ഞതല്ല ശരി. നമുക്ക് ആ തർക്കത്തിലേക്ക് പോകേണ്ട. ശ്രീ എം കെ ഹരിദാസ്, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടർച്ചയായിട്ട് നുണ പറയുന്നയാൾ എന്ന ഇമേജ് വരുന്നത് അത് ഒട്ടും ഭൂഷണമായ കാര്യമല്ല. ഇന്നത്തെ കാലത്ത് ഒരു ഉപകാരം ചെയ്യാൻ പറ്റില്ല. മണിച്ചിത്രത്താഴ് ഡയലോഗ് ആ സിനിമ തുടങ്ങുമ്പോൾ അതിന്റെ ആദ്യം ഒരു ഡയലോഗുണ്ട്. ഇന്നസെന്റ് ഒരു വീട്ടിൽ കയറി ചെല്ലുന്ന സമയത്ത് രാഘവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെയിന്ററെ തപ്പും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, രാഘവോ എന്ന് വിളിച്ചിട്ട് കാണാത്തപ്പോൾ പറയും, ഒളിച്ചിരുന്നാണോ പെയിന്റ് അടിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പൊ എനിക്ക് വി ഡി സതീശനോട് ചോദിക്കാനുള്ളത് തന്നെയാണ്, ഒളിച്ചിരുന്നാണോ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നത്? ചോദിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ചർച്ചകൾ എന്ന് പറയുന്നത് എന്ന് മുതലാണ് സ്വകാര്യമായത്? ഇവിടെ ഗ്ലോബൽ ഇൻവെസ്റ്റർ മീറ്റ് എന്നൊക്കെ പറയുന്ന സാധനം എന്താ? ആൾക്കാരുടെ മുഖത്ത് 50 പൈസയുടെ കവർ മേടിച്ചിട്ട് അത് ആരാണെന്ന് അറിയാതെയാണോ ഇവിടെ നടത്തിയത്? ഇവിടെ ചർച്ചയ്ക്ക് ഇന്ന ആൾക്കാരെ ക്ഷണിച്ചിട്ടുണ്ട്, അതിനുശേഷം അവരോട് ഇന്ന കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, അതിനുശേഷം ഇവിടെ ഇത്ര രൂപയുടെ ധാരണാപത്രം ഒപ്പിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് പരസ്യമായിട്ടുള്ള വിവരമല്ലേ? ഗ്ലോബൽ ഇൻവെസ്റ്റർ മീറ്റ് എന്ന് പറഞ്ഞ് സർക്കാർ നടത്തിയിട്ട് ആൾക്കാരെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ട് ഇവിടെ മീറ്റിംഗ് നടത്തുന്ന സമയത്ത് നമ്മൾ ഇത് അറിയാതെയാണോ? അപ്പൊ എന്നു മുതലാണ് ഇതൊക്കെ തന്നെ ഒരു പബ്ലിക് ഡൊമൈനിൽ നിന്ന് സ്വകാര്യമായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി മാത്രം അറിയേണ്ടുന്ന സ്വകാര്യ ഇൻഫർമേഷൻ ആയിട്ട് മാറിയത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇതാണ് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥ. We are living in a very cruel society. രണ്ടാമതൊരു ചോദ്യം അദ്ദേഹം പറഞ്ഞതാ, തമിഴ്നാടുമായിട്ടുള്ള എന്തോ ഒരു കോമ്പറ്റീഷൻ എന്ന രീതിയിലേക്ക് അദ്ദേഹം അതിനെ അവതരിപ്പിക്കാൻ ശ്രമിച്ചു. അതായത് ഈ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റർ തമിഴ്നാട്ടിലും ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി നോക്കുന്നുണ്ട്, തമിഴ്നാട് മുഖ്യമന്ത്രിയെ കണ്ടു, അപ്പം അത് പെട്ടെന്ന് അദ്ദേഹത്തിനെ കാണാനായിട്ട് ഓടിച്ചിട്ട് പിടിക്കുകയായിരുന്നു എന്ന മട്ടിലാണ് ഈ ഇൻഹരിഗർ നഗർ സിനിമയിലൊക്കെ കാണുന്നത്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, തമിഴ്നാട് മുഖ്യമന്ത്രി ഈ ഇൻവെസ്റ്റർമാരെ എവിടെ വെച്ചിട്ടാണ് കണ്ടത്? കോൺഗ്രസിന്റെ സുഹൃത്തിന് പറയാമോ? ഏത് സ്ഥലത്ത് വെച്ചാണ് കണ്ടത്? പറയൂ. മധുരൈ വെച്ചിട്ടാണോ കണ്ടത്? അതോ കോയമ്പത്തൂർ വെച്ചിട്ടാണോ കണ്ടത്? അതോ ചെന്നൈയിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചിട്ടാണോ കണ്ടത്? എവിടെ വെച്ചാണെന്ന് പറയണ്ടേ? അത് പറയുന്നില്ല. അപ്പൊ അദ്ദേഹത്തിനെ ചെന്ന് കാണേണ്ട ആൾക്കാർ അദ്ദേഹത്തിനെ ചെന്ന് കാണുന്നു. അപ്പൊ അതേപോലെ തന്നെ എന്തുകൊണ്ട് അവർ തിരുവനന്തപുരത്ത് ഒന്നും മുഖ്യമന്ത്രിയെ കാണുന്നില്ല? ഇവിടെ ഒരു സ്റ്റേറ്റിന്റെ എന്നെപ്പറ്റി നീ അങ്ങോട്ട് പോലും പറഞ്ഞോ? നിന്നെ പറ്റി എന്തോന്ന് പറയാൻ? എന്തോന്നോ പറഞ്ഞല്ല. എന്ത് പറഞ്ഞു? അത് നിന്നെ പറ്റിയല്ല. ഒന്നും പറഞ്ഞല്ലോ. രക്ഷപ്പെട്ടു. വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മുടെ മുഖ്യമന്ത്രി അങ്ങോട്ട് പോയി ആരെങ്കിലും കാണുന്നതിൽ എനിക്ക് തർക്കമില്ല. അതിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നമില്ല. സർക്കാരിന് അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരണമെങ്കിൽ അദ്ദേഹം പൊക്കോട്ടെ. പക്ഷെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അദ്ദേഹം ആരെ കാണാൻ പോയതെന്ന് കോൺഗ്രസിന്റെ സുഹൃത്തിന് അറിയുമോ? അദ്ദേഹവുമായി നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച് അതിനുവേണ്ടി പോകാൻ വന്ദേ ഭാരത് ടിക്കറ്റും അദ്ദേഹം ബുക്ക് ചെയ്ത് വെച്ചിരുന്ന ആ നിശ്ചയിച്ച കൂടിക്കാഴ്ച വേണ്ട എന്ന് വെച്ച് ഡൽഹിയിലെ എന്തോ കാര്യം പ്രയോറിറ്റൈസ് ചെയ്ത് പോകാൻ പോയ ആൾക്കാരെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഓടിപ്പോയത്. ഞാൻ ചോദിച്ചിരുന്നത്, കേരളത്തിനോട് എന്ത് താല്പര്യം അവർ കാണിച്ചത്? ചെറിയമ്പേരും മുള്ളംകൊല്ലി മഹാരാജാവും കൂടി അടിച്ചാലേ ആര് ജയിക്കും? അത്താഴത്തിനുള്ള ഒരു മീറ്റിംഗുമായി ബന്ധപ്പെടുത്തി നേരത്തെ കൂട്ടി തീരുമാനിച്ച് മുഖ്യമന്ത്രി അവിടെ ചെല്ലാനായിട്ട് വന്ദേ ഭാരതിന്റെ ടിക്കറ്റും ബുക്ക് ചെയ്ത് വെച്ചിട്ട് അവസാനം ആ മീറ്റിംഗിനേക്കാൾ പ്രയോറിറ്റി ഉള്ള മറ്റൊരു കാര്യത്തിന് ഞങ്ങൾക്ക് അടിയന്തരമായിട്ട് ഡൽഹിയിൽ പോകണം എന്ന് അവർ പറഞ്ഞാൽ അവർ കേരള മുഖ്യമന്ത്രിക്കും കേരള സംസ്ഥാനത്തിലെ ഇൻവെസ്റ്റ്മെന്റിനും തരുന്ന വില എന്താണ്? പുല്ലുവില എന്ന് മാത്രമേ അതിനെപ്പറ്റി പറയാൻ കഴിയൂ. വല്ലാത്ത തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. രണ്ട്, അന്നേരം മുഖ്യമന്ത്രിക്ക് അവരോട് പറയാമായിരുന്നു, അതായത് നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ പ്ലാൻ ചേഞ്ച് ചെയ്യുമ്പോൾ എനിക്ക് ഉടനടി എത്താൻ കഴിയില്ല, കാരണം ഈ സംസ്ഥാനത്ത് ഒരു അടിയന്തര സാഹചര്യം നിലനിൽക്കുന്നുണ്ട്, എന്റെ ആവശ്യം ഇവിടെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് വരാൻ കഴിയില്ല, മറ്റു പല കാര്യങ്ങളും ഞാൻ ഇവിടെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടൊരു വീഡിയോ കോൾ നടത്തിയതിന് ശേഷം ഉടനെ തന്നെ നിങ്ങൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ, ഉടനെ തന്നെ നിങ്ങളെ കാണണമെങ്കിൽ ഡൽഹിയിൽ വന്നിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ സ്റ്റേറ്റ് ഗസ്റ്റായിട്ട് ഔദ്യോഗികമായിട്ട് തിരുവനന്തപുരത്തേക്ക് ക്ഷണിക്കുന്നു, നമുക്ക് നേരിട്ട് കാണാം എന്ന് പറഞ്ഞില്ല. ഇനി എന്തുകൊണ്ട് മോശമായിട്ടുള്ള കാലാവസ്ഥയാണ്, എനിക്ക് ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞില്ല? എന്തുകൊണ്ടാണ് മോശം കാലാവസ്ഥയെ റിസ്ക് ചെയ്തുകൊണ്ട് 2 തവണ യാത്ര ചെയ്തിട്ട് അവരെ പോയി കണ്ടത്? അപ്പൊ അവരാരാണെന്ന് പറയട്ടെ. ഇനി ആരോടും പറയാതെ നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ടാറ്റ 10,000 കോടി രൂപ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ ആരാണ്? മാധ്യമങ്ങളാണോ പറഞ്ഞത്? ഇത് പറഞ്ഞത് മുഖ്യമന്ത്രി തന്നെയാണ്. അപ്പൊ ആരും തെറ്റായിട്ടുള്ള വിവരങ്ങൾ പറഞ്ഞ് ഇറക്കിയിട്ടില്ല. അത് ഇറക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി. നുണ പറയുന്നത് മുഖ്യമന്ത്രിയാണ്. ശ്രീ രജനി, ഇത് നുണയാണെന്ന് മാത്രമേ കരുതാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹം പറയണം ആരാണ്, ആരെ കാണാനാണ് പോയത്. ഇപ്പോൾ നമുക്ക് അറിയാവുന്ന വിവരം എന്ന് പറയുന്നത് അദ്ദേഹം ഭാര്യാപിതാവിനെ കണ്ടു, ട്രീറ്റ്മെന്റിലായിരുന്നു. അത് അദ്ദേഹത്തിന്റെ അവകാശമാണ്, അത് കണ്ടോട്ടെ, അതൊന്നും ആരും അതിനെ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ മറുവശത്ത് അദ്ദേഹം കള്ളം പറയുകയാണ്. എല്ലാരും വിളിച്ചു. ശ്രീജിത്ത് പണിക്കര് വളരെ വിശദമായിട്ട് കുറെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ അവതരണ രീതിയിൽ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ്. പക്ഷെ അതിനകത്ത് ഏത് പബ്ലിക് ഡൊമൈനിലാണ് ഇൻവെസ്റ്റർമാരെ ഒരു സർക്കാർ, ഒരു ഗവൺമെന്റ് സംവിധാനം വിസിറ്റ് ചെയ്യുമ്പോൾ അതിനുമായി ബന്ധപ്പെട്ട് എപ്പോഴും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ടത് എന്ന് അദ്ദേഹം അല്ലല്ല, ഗ്ലോബൽ ഇൻവെസ്റ്റർ അവിടെ നിൽക്കട്ടെ, ഏതെങ്കിലും ഒരു സംസ്ഥാന ഗവൺമെന്റ് ഏതെങ്കിലും ഇൻവെസ്റ്ററുമായി ബന്ധപ്പെട്ട് അവരുമായി ബന്ധപ്പെട്ട് കാണുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യുമ്പോൾ അത് പബ്ലിക് ഡൊമൈനിൽ രേഖപ്പെടുത്തിയിട്ടേ ചെയ്യാവൂ എന്ന് ഏത് രീതിയിലാണ്
കാര്യങ്ങൾ പറഞ്ഞ് സംശയങ്ങളിൽ നിർത്തേണ്ട ആവശ്യമില്ലല്ലോ. ഇത് നമ്പരാണ്. അജണ്ട എന്ന് പറയുന്നത് വി ഡി സതീശനെ മുഖ്യമന്ത്രിയെ എന്തൊക്കെ ആക്കി കാണിക്കുവാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഇവിടെ അങ്ങനെ ആ ശ്രമവും നടപ്പില്ലെന്നേ സാർ. ഈ പറയുന്ന അദ്ദേഹം പറഞ്ഞ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അല്ല ചോദ്യമല്ല, ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. നമ്മളെല്ലാവരും അഭിമുഖീകരിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് പ്രസ് മീറ്റിൽ കൂടെയാണ് അദ്ദേഹം പറഞ്ഞത് ഈ പറയുന്ന രീതിയിലേക്ക് തമിഴ്നാടുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ച കഴിഞ്ഞിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്ററെ കാണാൻ പോയി. അതിപ്പോൾ വെളിപ്പെടുത്താൻ സാധിക്കത്തില്ല. അത് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധ്യമാകത്തില്ല എന്ന് പറഞ്ഞ ഒരാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. അവിടെ എന്താണ് അസ്വാഭാവികമായി സംഭവിച്ചത്? ഒന്നുമില്ല. ആ രീതിയിൽ അതെല്ലാം പബ്ലിക് ഡൊമൈനിൽ വെളിപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞു തന്ന ഒരുപാട് കാര്യങ്ങൾ സാറുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടതുണ്ടാകും. ഏത് പബ്ലിക് ഡൊമൈനുമായി ആൾക്കാരെ ചുമ്മാതെ അവതരണ രീതി കൊണ്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കും. പിന്നെ ടാറ്റ തന്നെ ഔദ്യോഗികമായിട്ട് വിശദീകരണം നൽകുകയായിരുന്നു. അങ്ങനെ ഒരു നിക്ഷേപം മാധ്യമപ്രവർത്തകരാണ് വിളിച്ചത്. ടാറ്റ തന്നെ പറഞ്ഞു ഇത് അല്ലേ? ടാറ്റ പറഞ്ഞു ഇത് നുണയാണെന്ന്. രജനി, പ്രശ്നം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടർച്ചയായി കള്ളം പറയുന്നു എന്ന രീതിയിലുള്ള ഫീലിംഗ് വന്നു കഴിഞ്ഞു കേട്ടോ. അത് ഒരിക്കലും പ്രസ് മീറ്റിൽ പറഞ്ഞൊന്നുമില്ല. അദ്ദേഹം ഒരു പൊതുവേദിയുമായി ബന്ധപ്പെട്ട് ഒരു സെമിനാറിനകത്ത് അദ്ദേഹം ആ ഏവിയേഷനുമായി അല്ല പോർട്ടുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് സമുദ്രാംശന്റെ ഒരു ഒരു സെമിനാറിലാണ്. ആ സെമിനാറിൽ പങ്കെടുത്ത ആൾ കൂടിയാണ്. പിന്നെ ദേഷ്യം വരാതിരിക്കുമോ? ആ സെമിനാറിൽ ബന്ധപ്പെട്ട് അദ്ദേഹം ആ മിഷനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവർ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം മനസ്സിലായില്ലേ. അല്ല ഒരു പ്രസ് മീറ്റിൽ വന്ന് പറഞ്ഞ കാര്യമൊന്നുമല്ല. ഞാൻ പറഞ്ഞു കൂട്ടിയത് താങ്കൾ ഒരു 10 മിനിറ്റ് സംസാരിച്ചത് താങ്കൾ എത്രയോ സമയം സംസാരിച്ചു. നിക്ഷേപം കേരളത്തിലേക്ക് വരുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായിട്ട് മുഖ്യമന്ത്രി അതിൽ തിരുത്തൽ വരുത്തിയിട്ടില്ല. അത് ടാറ്റയാണ് തിരുത്തൽ വരുത്തിയത്. പരസ്യമായി സംസാരിക്കുന്ന വേദിയിൽ നുണ പറയും. അങ്ങനെയാണെങ്കിൽ അത് ശരിയല്ലല്ലോ എന്നല്ലോ പറഞ്ഞു. എന്താ പറ്റിയെന്ന് പറ. ഞാനത് എങ്ങനെയാ പറയണത്? മീറ്റിങ്ങുകളും പരസ്യ സമ്മേളനങ്ങളും എല്ലാം അദ്ദേഹം പറയുന്നതിനകത്ത് ശരികേടുകളില്ലേ? അദ്ദേഹം പറയുന്നത് ശരികേടുകളില്ല എന്നാണ് നമ്മൾ വിശ്വാസം. അങ്ങനെയാണ് ശരിയാണെന്നാണോ ശരികേടാണെന്നാണോ ടാറ്റ പറഞ്ഞത്? നട്ടലില്ലാതെ ന്യായീകരിക്കുന്നത് അല്ല, നിങ്ങളാണേ നിങ്ങൾ ഈ നട്ടലില്ലാതെ വേറെ ആളുടെ ഈ പറയുന്ന രീതിയിലേക്ക് ആളുകൾ ചുമ്മാ ആവശ്യമില്ലാത്ത രീതിയിൽ ഈ പറയുന്ന CPM-ന്റെ അല്ലെങ്കിൽ BJP-യുടെ ഒക്കെ ഔദാര്യം വെച്ചത്. താങ്കൾക്ക് ചർച്ചയുടെ മര്യാദയില്ലേ? താങ്കൾ പറഞ്ഞപ്പോഴെങ്ങനെ ഞാൻ ഇടപെട്ടോ? താങ്കൾ അവതരിപ്പിച്ച രീതി ശരിയല്ല. താങ്കൾ പറയുന്നത് ശരിയല്ല എന്നല്ലേ പറഞ്ഞത്? താങ്കൾ പറയുന്നത് ശരിയല്ലെന്നല്ലേ പറഞ്ഞത്? ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. താങ്കൾ പറയുന്നത് മുഖ്യമന്ത്രിയെ വെറും നുണപ്രചരണങ്ങൾ പറഞ്ഞു പിടിപ്പിച്ചുകൊണ്ട് ഏതാണ്ട് വലിയ പോയിന്റുകളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാതെ ചുമ്മാതെ വന്നിരുന്നിട്ട് വേറെ ഒരു രീതിയിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കും. അത് അംഗീകരിച്ചു പോകാൻ പറ്റുന്നില്ല. ശ്രീ പണിക്കർ അതൊക്കെ കൈവച്ചിട്ടാൽ മതി. നമ്മൾ അംഗീകരിച്ചു പോകുന്നത് പൊതുജനങ്ങൾ അംഗീകരിക്കുന്നില്ല. പൊതുജനങ്ങൾ അംഗീകരിക്കുന്നവരാണ് ഇവിടെ 102 സീറ്റുമായിട്ട് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയൊന്നും പറഞ്ഞു പോകാൻ പറ്റത്തില്ല. ഈ നാട്ടിൽ ആർക്കാണ് ധൈര്യം ഉള്ളത്? പറഞ്ഞു പോകാൻ പറ്റില്ല. നുണ പറഞ്ഞു പോയപ്പോഴാണ് ടാറ്റ ആരാണ് നുണ പറഞ്ഞു പോകുന്നത്? താങ്കൾ എന്താണ് പറയുന്നത്? താങ്കൾ തമിഴ്നാട് മുഖ്യമന്ത്രി എവിടെ വെച്ചാണ് കണ്ടത്? തമിഴ്നാട് മുഖ്യമന്ത്രി ചെന്നൈ വെച്ച് കണ്ടോ? കോയമ്പത്തൂർ വെച്ച് കണ്ടോ? എവിടെ വെച്ച് കണ്ടു എന്നൊക്കെ കോൺഗ്രസ് പ്രതിനിധികൾ വ്യക്താക്കളോട് ചോദിക്കുകയാണ്. എവിടെ വെച്ച് കണ്ടു എന്നൊക്കെ പറയാം. തമിഴ്നാട് മുഖ്യമന്ത്രി എവിടെ വെച്ചാണ് ഞങ്ങൾ താങ്കൾ പറഞ്ഞു ബോധിപ്പിക്കുന്നുണ്ടോ? താങ്കൾ പ്രധാനമന്ത്രിയോട് ചോദിക്കുന്നത്. താങ്കൾ പ്രധാനമന്ത്രിയോട് ചോദിക്കും, നരേന്ദ്രമോദിയോട് ചോദിക്കും. തമിഴ്നാട് മുഖ്യമന്ത്രി എവിടേക്ക്? എന്നാലും നിങ്ങൾ എന്തിനാ ആ ഭാഗത്തേക്ക് പോയത്? ഒരു ചർച്ച കാത്തിരിക്കുമ്പോൾ അതിന്റെ മാന്യത കാണിക്കണം. താങ്കൾ പറയുന്ന എല്ലാം സത്യമാണ് എന്ന് കാണിക്കാൻ വേണ്ടി ചുമ്മാ അവതരണ രീതി കൊണ്ട് വരരുത്. അത് ശരിയല്ല. അതൊന്നും ശരിയല്ല. അത് ശരിയല്ല. അല്ല, ടാറ്റയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതല്ല ശരി കേട്ടോ. രജൻ, മുഖ്യമന്ത്രി പറഞ്ഞതല്ല ശരി. നമുക്ക് ആ തർക്കത്തിലേക്ക് പോകേണ്ട. ശ്രീ എം കെ ഹരിദാസ്, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടർച്ചയായിട്ട് നുണ പറയുന്നയാൾ എന്ന ഇമേജ് വരുന്നത് അത് ഒട്ടും ഭൂഷണമായ കാര്യമാണ്. ചാറ്റ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കും. പോരെ? അപ്പൊ പിരിയാലോ? അപ്പൊ ശരി, ഇന്നത്തേക്കിന് പിരിയാം.